വയനാട് നൂൽപ്പുഴ പുഴയോര നദികളിലെ പുനരധിവാസം എങ്ങുമെത്തിയില്ല. കുടുംബങ്ങൾ ഭീതിയിൽ. കല്ലൂർ പുഴയുടെ ഓരത്ത് താമസിക്കുന്ന ചുണ്ടക്കുനി, പുഴംകുനി, തോളായി ഉന്നതിവാസികളുടെ പുനരധിവാസമാണ് എങ്ങുമെത്താതെ കിടക്കുന്നത്. നൂൽപ്പുഴ പഞ്ചായത്ത് പുനരധിവാസത്തിനുള്ള ഭൂമി കണ്ടെത്തി രേഖകൾ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയെങ്കിലും തുടർ നടപടികൾ വൈകുന്നതാണ് പുനരധിവാസം എങ്ങുമെത്താത്തതിന് കാരണം. മഴക്കാലമായതോടെ കല്ലൂർ പുഴയുടെ ഓരത്ത് താമസിക്കുന്ന 3 ഉന്നതികളിലെ കുടുംബങ്ങൾ ആശങ്കയിലാണ്. 7 വീടുകളിലായി 9 കുടുംബങ്ങളാണ് ചുണ്ടക്കുന്നിയിലുള്ളത്. മഴ പെയ്യുമ്പോൾ സമീപത്തുകൂടി ഒഴുകുന്ന മുത്തങ്ങ കല്ലൂർ പുഴ കരകവിഞ്ഞൊഴുകും. വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറും. ഇതോടെ രാത്രികാലങ്ങളിൽ പോലും കുഞ്ഞുകുട്ടികളുമായി സമീപത്തെ അങ്കണവാടിയിലോ ബന്ധുവീടുകളിലോ അഭയം പ്രാപിക്കേണ്ട അവസ്ഥയിലാണ് ഉന്നതി നിവാസികൾ. വീടിൻ്റെ ഉള്ളില് ജനലിന്റെ അവിടെ വരെ വെള്ളം കയറും. പിന്നെ 2018 മാത്രം വീട് മൊത്തം ജനലിന്റെ മേലോട്ടും വെള്ളം കയറി. ഇവിടുന്ന് മാറി ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവിടുന്ന് മാറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കും. കല്ലൂർ പുഴയുടെ തീരത്തുള്ള പുഴംകുനി, തോളായി ഉന്നതികളിലെയും അവസ്ഥ സമാനമാണ്. പ്രശ്നം പരിഹരിക്കാൻ നൂൽപ്പുഴ പഞ്ചായത്ത് മുൻകൈയെടുത്ത് കല്ലൂർ, ചുണ്ടപ്പാടി, വള്ളുവാടി, മാതമംഗലം എന്നിവിടങ്ങളിൽ പുനരധിവാസത്തിനായി ഭൂമി കണ്ടെത്തിയിരുന്നു. എല്ലാ രേഖകളും ജില്ലാ ഭരണകൂടത്തിന് കൈമാറി 6 മാസം കഴിഞ്ഞിട്ടും തുടർ നടപടികൾ ഉണ്ടായില്ല. ഇതോടെ പ്രദേശത്ത് പ്രതിഷേധം ശക്തമാണ്. എത്രയും വേഗം പുനരധിവാസത്തിന് വേണ്ട തുടർ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ഉന്നതി നിവാസികളുടെ ആവശ്യം. ന്യൂസ് മലയാളം, വയനാട്.